Hi friends, welcome to Recipes Recooked. ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ഒക്കെ തയ്യാറാക്കിയിട്ടുള്ള ഇടിയപ്പം ബാക്കി വരുമ്പോൾ അതുകൊണ്ട് ലെമൺ സേവൈ അഥവാ ലെമൺ ഇടിയപ്പം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. അപ്പോൾ ലെമൺ സേവൈ അഥവാ ലെമൺ ഇടിയപ്പം തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഇടിയപ്പം കൈകൊണ്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. ഞാനിവിടെ ഒരു 15 ഇടിയപ്പം എടുത്തിട്ടുണ്ട്. ഇടിയപ്പം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതാണെങ്കിലും അല്ല റൂം ടെമ്പറേച്ചറിലുള്ള ഇടിയപ്പം ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ തേങ്ങ ഇട്ടിട്ടുള്ള ഇടിയപ്പം കൊണ്ടും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഇടിയപ്പം ഒക്കെ ഒന്ന് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. അപ്പോൾ ഇവിടെ ഇടിയപ്പമൊക്കെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുക്കി കട്ടിയുള്ളൊരു പാൻ ചൂടാവാനായിട്ട് വെക്കാം. പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ എണ്ണ ചേർക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയിലാണ് ഇത് തയ്യാറാക്കുന്നത്. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഏത് കുക്കിംഗ് ഓയിലും ഇതിനായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. എണ്ണ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. ഇതിലോട്ടിനി 1 ടീസ്പൂൺ കടലപ്പരിപ്പ് ചേർക്കാം. 1/2 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് ചേർക്കാം. ഉഴുന്നുപരിപ്പും കടലപ്പരിപ്പും ഒന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. ഇനി ഈ കടുകൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് പച്ചമുളകും ഇഞ്ചിയും കൊച്ചുള്ളിയും ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് ചേർക്കാം. ഞാനിവിടെ 2 പച്ചമുളകും ഒരു 1/2 ഇഞ്ച് വലുപ്പത്തിലെ ചെറിയ കഷ്ണം ഇഞ്ചിയും 3 കൊച്ചുള്ളിയാണ് എടുത്തിട്ടുള്ളത്. താല്പര്യം അനുസരിച്ചിട്ട് പച്ചമുളകിൻ്റെ അളവിൽ മാറ്റം വരുത്താം. ഇതിലോട്ടിനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും ഒക്കെ ആ പച്ചപ്പൊക്കെ ഒന്ന് മാറി കൊച്ചുള്ളി നന്നായിട്ട് വഴറ്റിയെടുക്കാം. കറിവേപ്പില ഉണ്ടെങ്കിൽ ഈ സമയത്ത് 2 തണ്ട് കറിവേപ്പില കൂടി ചേർക്കാം. ഇതിലോട്ടിനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. എണ്ണയിലിട്ട് മഞ്ഞൾപ്പൊടിയുടെ പച്ചപ്പൊക്കെ ഒന്ന് മാറുന്നത് വരെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ഇതിലോട്ടിനി നമ്മൾ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചിരിക്കുന്ന ഇടിയപ്പം ചേർത്ത് ചൂടാക്കിയെടുക്കാം. ഇതിപ്പോൾ ചെറിയ ചെറിയ കഷ്ണങ്ങളാണെങ്കിലും ഇടിയപ്പം ചൂടാക്കിയെടുക്കുമ്പോൾ ഒന്നിനെ തൊടാത്ത പരുവത്തിൽ കിട്ടും. അപ്പോൾ ഇവിടെ ഇടിയപ്പമൊക്കെ ആവശ്യത്തിന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിലോട്ടിനി പുളി അനുസരിച്ചിട്ട് നാരങ്ങാനീര് ചേർക്കാം. ഞാനിവിടെ ഒരു ചെറുനാരങ്ങയുടെ ജ്യൂസ് കംപ്ലീറ്റ് ആയിട്ട് ചേർക്കുന്നുണ്ട്. ഇനി ഇത് എല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇതിലോട്ടിനി ആവശ്യത്തിന് മല്ലിയില കൂടി ചേർക്കാം. മല്ലിയില ഇതിന് നല്ലൊരു ഫ്ലേവർ ആഡ് ഓൺ ചെയ്യും. അതുകൊണ്ട് മല്ലിയില തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്യരുത്. അപ്പോൾ ഇതാ അത്രയേ ഉള്ളൂ. ലെമൺ സേവൈ അഥവാ ലെമൺ ഇടിയപ്പം തയ്യാറായിട്ടുണ്ട്. ഇടിയപ്പം ഇരിപ്പുണ്ടെങ്കിൽ 5 മിനിറ്റിൽ തയ്യാറാക്കാൻ പറ്റിയൊരു കിടിലൻ ഐറ്റമാണ്. തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിങ്ങനെ തന്നെ പ്ലെയിൻ ആയിട്ട് കഴിക്കാനും നല്ലതാണ്. അല്ലെങ്കിൽ കുറച്ച് അച്ചാറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ തേങ്ങാ ചമ്മന്തിയുടെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. ഇതിപ്പോൾ ഞാൻ വളരെ സിമ്പിളായിട്ടാണ് ചെയ്തിട്ടുള്ളത്. താല്പര്യം അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇതിലോട്ട് പീനട്ട്സോ കാഷ്യൂനട്ട്സോ ഒക്കെ ആഡ് ചെയ്യാം. ഇതാ ഇതുപോലെ ഒന്നിനെ തൊടാത്തൊരു പരുവാവും. നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിട്ടുള്ളൊരു ടെക്സ്ചറാണ്. അപ്പോൾ ഇനി ഇടിയപ്പം ബാക്കി വരുമ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സും ഫാമിലിയായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. കൂടെ തന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും മറ്റൊരു റെസിപ്പിയുമായി മറ്റൊരു വ്ലോഗിലൂടെ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് റെസിപ്പീസ് റീകുക്ഡ്.